നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെല്ല് കൊയ്യാൻ ആളില്ല. തൃക്കരിപ്പൂരിൽ വയലിലിറങ്ങി ഹരിത കർമ്മസേന. 2 ദിവസം കൊണ്ട് വിളവെടുപ്പ് പൂർണ്ണം. കൃഷി ജീവിതമാക്കി കോഴിക്കോട് എളേറ്റിൽ മുഹമ്മദ്. വീട്ടുവളപ്പിൽ നിറയെ മധുര നാരങ്ങയും പഴവർഗ്ഗങ്ങളും. തേനീച്ച വളർത്തലും പയറ്റിത്തെളിഞ്ഞ മുഹമ്മദ്. വേനൽ കടുക്കുന്നു. വരൾച്ചാ ഭീഷണിയിൽ ജലാശയങ്ങൾ. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നു. ആനക്കര പദ്ധതിയിൽ പമ്പിംഗ് നിർത്തി. കാർഷിക മേഖലയും ആശങ്കയിൽ. കാസർഗോഡ് ഉദിനൂർ ക്ഷേത്രത്തിൽ പൂതിയാറമ്പൻ തെയ്യം. തെയ്യം ഭക്തർക്ക് മുന്നിലെത്തുന്നത് പാട്ടുത്സവം കഴിഞ്ഞ് 3-ാം നാൾ. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ പൂതിയാറമ്പൻ തെയ്യം കെട്ടിയാടി. പാട്ടുത്സവം കഴിഞ്ഞ് 3-ാം നാളാണ് ഭീമൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ പൂതിയാറമ്പൻ തെയ്യം ഭക്തർക്ക് മുൻപിൽ എത്തുന്നത്. രണ്ടാൾ പൊക്കത്തിൽ കൂറ്റൻ ചൂട്ടുകൾ. അണമുറിയാത്ത ബാല്യക്കാരുടെ ആർപ്പുവിളികൾക്കൊപ്പം കലശത്തെ എതിരേറ്റ് പുതിയാറമ്പൻ തെയ്യം. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് സമാപനമായാണ് ധീരയോദ്ധാവായ പുതിയാറമ്പനെ കെട്ടിയാടുന്നത്. അർദ്ധരാത്രിയോടെ പുറപ്പെടുന്ന തെയ്യം ക്ഷേത്രത്തിന് സമീപത്തെ വലിയ വീട് തറവാട്ടിൽ എത്തിച്ചേരും. അപ്പോഴേക്കും പൂക്കൾ കൊണ്ട് ചമയിച്ച കലശമെടുക്കാനുള്ള ഒരുക്കങ്ങളും തറവാട്ടിൽ തയ്യാറായിട്ടുണ്ടാകും. തെയ്യം വരുന്നതോടെ 50ഓളം വരുന്ന ബാല്യക്കാർ ചുമന്നെടുക്കുന്ന ഭീമൻ ചൂട്ടുകൾ കത്തിച്ചു തുടങ്ങും. ഉദിനൂർ ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബാല്യക്കാർ തെയ്യത്തിന് കത്തിച്ചു പിടിക്കാനുള്ള ഭീമൻ ചൂട്ടുകൾ കെട്ടിയൊരുക്കി വരുന്നത്. വലിയ വീട്ടിൽ നിന്നുള്ള കലശവും പുതിയാറമ്പൻ തെയ്യത്തെയും ക്ഷേത്രത്തിലേക്ക് ആനയിക്കാനാണ് ഭീമൻ ചൂട്ടുകളുടെ അകമ്പടി. രേരമംഗലത്ത് നിന്നും യോദ്ധാവായ പുതിയപറമ്പൻ വന്ന് ക്ഷേത്രപാലകനോട് യുദ്ധം ചെയ്ത് തോറ്റുവെന്നും തുടർന്ന് കോട്ടയിലെ ജാതിമരത്തിൽ കെട്ടിയിടുകയും കാളരാത്രി അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം കൊല്ലാതെ മോചിപ്പിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. പിന്നീട് തിരിച്ചു പോകാതിരുന്ന പുതിയപറമ്പനെ ക്ഷേത്രപാലകർ തന്റെ പ്രധാനിയായി വാഴിച്ചു. കലശവും ആനയിച്ച് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തുന്നതോടെ തെയ്യം മുടിയഴിക്കും. ന്യൂസ് 18 തൃക്കരിപ്പൂർ. വേനൽ തുടക്കത്തിൽ തന്നെ വരൾച്ചാ ഭീഷണിയിലാണ് ജലാശയങ്ങൾ. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ചെറുകിട ജലസേചന പദ്ധതികൾ അവതാളത്തിലാകുന്നു. ഉമ്മത്തൂരിലെ ആനക്കര ചെറുകിട ജലസേചന പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെച്ചു. ഇതോടെ പ്രദേശത്തെ കാർഷിക മേഖലയും പ്രതിസന്ധിയിലായി. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തോടെയായിരുന്നു ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതെങ്കിൽ ഇത്തവണ ജനുവരി ആദ്യ വാരത്തിൽ തന്നെ പുഴ വറ്റിവരേണ്ട സ്ഥിതിയാണ്. ജലനിരപ്പ് താഴ്ന്നതോടെ ഉമ്മത്തൂരിലെ ചെറുകിട ജലസേചന പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. 2 വർഷം മുൻപ് മണൽചാക്കുകൾ കൊണ്ട് താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് പമ്പിംഗ് ഭാഗത്തേക്ക് ചാല് കീറിയ ശേഷം കനാലിലേക്ക് വെള്ളമടിച്ചിരുന്നത്. ഉമ്മത്തൂർ മുതൽ കാങ്കപ്പുഴ കടവ് വരെയുള്ള 2 കിലോമീറ്റർ കനാലിലൂടെ വരുന്ന വെള്ളത്തെ ആശ്രയിച്ച് കൃഷിയിറക്കിയവർ ഇത്തവണ പുഞ്ചകൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷിയും പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. 30 ഹെക്ടറിലായിരുന്നു ഈ മേഖലയിലെ കർഷകർ പുഞ്ചകൃഷി ഇറക്കിയത്. കാർഷിക ആവശ്യത്തിനായി പുഴയോരങ്ങളിലെ കർഷകർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തു വരാറുണ്ടായിരുന്നു. എന്നാൽ പുഴയിലെ നടുഭാഗത്തായി ആഴമുള്ള കുറച്ചു ഭാഗങ്ങളിൽ മാത്രം വെള്ളമുള്ളതിനാൽ ഇതേറെ പ്രയാസം സൃഷ്ടിച്ചുവെന്നും കർഷകർ പറഞ്ഞു. വേനൽ കടുക്കും മുമ്പ് തന്നെ ജലനിരപ്പ് താഴ്ന്ന പല ഭാഗങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമാകുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കാർഷിക കേരളം. കാർഷിക വൃത്തിക്കായി ജീവിതം മാറ്റിവെച്ച കോഴിക്കോട് എളേറ്റിൽ സ്വദേശി മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ ഇപ്പോൾ മധുര നാരങ്ങയുടെ വിളവെടുപ്പാണ്. വർഷങ്ങളായി ഇവിടെ മധുര നാരങ്ങ വിളയുന്നുണ്ടെങ്കിലും ഇത്തവണ മരം നിറയെ നാരങ്ങയാണ്. വിവിധ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വിളയിക്കുന്ന മുഹമ്മദ് തേനീച്ച വളർത്തലിനും സമയം കണ്ടെത്തുന്നുണ്ട്. ജീവിതം കൃഷിക്കായി മാറ്റിവെച്ചയാളാണ്
കിഴക്കോത്ത് എളേറ്റിൽ വട്ടോളി മാളിയേക്കൽ മുഹമ്മദ്. വയനാട്ടിൽ 2 ഏക്കറിൽ കാപ്പിക്കൃഷി ചെയ്യുന്ന മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ വിവിധയിനം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമെല്ലാം വളരുന്നുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നാരങ്ങാമരമാണ് ഇതിൽ പ്രധാനം. വർഷങ്ങളായി ഈ മരത്തിൽ നിന്ന് മധുരനാരങ്ങ ലഭിക്കുന്നു. ഈ വർഷം മരം നിറയെ നാരങ്ങയാണ്. നാരങ്ങയുടെ മധുരം തേടി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇത് വർഷങ്ങളോളായിട്ടുള്ള ഒരു മരമാണ് എൻ്റെ വീട്ടിൽ. ഞാനൊക്കെ ചെറിയ കാലത്തുള്ളതായിരുന്നു. പക്ഷേ വ്യാപകമായിട്ട് കായ ഉണ്ടായാൽ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവുമാണ്. ഇതിപ്പം നല്ല മധുരമുള്ള നല്ല ഈ ഒരു ജാതി കൊടക്ക് നാരങ്ങാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ നല്ലോണം പഴുത്ത് വരും. കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവുമാണ് കൂടുതൽ കായുണ്ട്. മറ്റെല്ലാ കൊല്ലവും 4, 5, 10 കായ ഉണ്ടാകുമായിരുന്നു. അത് വീട് നേരമേ നമ്മൾ എടുക്കലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും നല്ല മേനി ഉണ്ടായിട്ടുണ്ട്. തേനീച്ച വളർത്തലും മുഹമ്മദ് ചെയ്യുന്നു. വീട്ടുവളപ്പിൽ നിരവധി പെട്ടികളിൽ തേനീച്ചയെ വളർത്തുന്നുണ്ട്. കൂടാതെ വീടിന് ചുറ്റും ചെറു തേനീച്ചകളും. ഞാൻ ഈ തേനീച്ചേൻ്റെ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 കൊല്ലത്തോളമായി. അപ്പം രാവിലെ മിക്കവാറും ദിവസങ്ങളിലും ഓരോ വീട്ടിൽ ഈ തേനീച്ച വന്ന് കൂടിയിട്ടും വീട്ടിൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ പോക്കലിൽ കൂടി അല്ലെങ്കിൽ വീട്ടിൻ്റെ അളിമാറിയിൽ കൂടി എന്ന് പറഞ്ഞ് രാവിലെ ആരെങ്കിലും വിളിക്കും. അത് പോയിട്ട് പിടിച്ച് പെട്ടിയിലാക്കിയിട്ട് രാത്രി എടുത്ത് വീട്ടിൽ കൊണ്ടുവെക്കും. അങ്ങനത്തെ ഒരു 10-40 പെട്ടി എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. പിന്നെ ഇത് സീസൺ ആകുമ്പോൾ, അതായത് റബ്ബറിൻ്റെ ഇല തൊയ്യുന്ന സമയമായി കഴിഞ്ഞാൽ ജനുവരി ലാസ്റ്റോടുകൂടി എസ്റ്റേറ്റിലേക്ക് മാറ്റും. എസ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ കൂടുതൽ തേൻ കിട്ടുന്നത്. ജാതി, ബട്ടർ, റംബൂട്ടാൻ തുടങ്ങിയവയെല്ലാം മുഹമ്മദിന്റെ വീട്ടുവളപ്പിലുണ്ട്. വീടിനുള്ളിലേക്ക് കയറിയാൽ അവിടെ പുരാവസ്തുക്കളുടെ ശേഖരമാണ്. 2 മുറികൾ നിറയെ പുതുതലമുറയ്ക്ക് അന്യമായ കാഴ്ചകളാണ്. സ്കൂളുകളിലും മറ്റും ഇവ പ്രദർശിപ്പിക്കാനായി മുഹമ്മദിനെ തേടി ആളുകളെത്തുന്നു. 2 ക്ലാസ് റൂം ഒന്നിച്ചുള്ള കിട്ടിയാൽ എനിക്ക് ഇതിൻ്റെ സാധനങ്ങൾ ഫുള്ളായിട്ട് വെക്കണം. ഇവിടെയൊക്കെ പെട്ടിയിൽ നിറച്ച് വെച്ചാൽ പെട്ടി കെട്ടാക്കി വെച്ചാണ്. പിന്നെ 2 ക്ലാസ് പഴയ മഞ്ചൽ രോഗികളെ എടുത്തുകൊണ്ട് പോകാൻ, അതുപോലത്തെ 2 എണ്ണം ഉണ്ട്. ആനയുടെ തോട്ടി, കൊടാണി, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. ഇവിടെയും ഒതുങ്ങുന്നില്ല മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾ. റെഡ് ക്രോസിൽ അംഗമായ മുഹമ്മദ് ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും സേവന പ്രവർത്തനങ്ങൾക്കും ഓടിയെത്താറുണ്ട്. ന്യൂസ് 18 താമരശ്ശേരി. എറണാകുളം കീരമ്പാറയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മില്ലറ്റ് കൃഷിക്ക് തുടക്കം കുറിച്ചു. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുധാന്യ കൃഷി നടത്തുന്നത്. ജില്ലയിൽ മില്ലറ്റ് കൃഷി വ്യാപകമാക്കാൻ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. ഉദ്ഘാടനം കീരമ്പാറയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ചെറുധാന്യങ്ങൾ വിതച്ചുകൊണ്ട് നിർവഹിച്ചു. കീരമ്പാറയിലെ പെരിയാർ വനിതാ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ഒലിയപ്പുറം ആന്റണി കുര്യാക്കോസിന്റെ 2 ഏക്കർ സ്ഥലത്താണ് ചാമ, റാഗി, മണിച്ചോളം എന്നീ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായി മില്ലറ്റ് കൃഷി ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാതല വിത്തിടൽ ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത്. ഇവിടെ തന്നെ നമ്മൾ 2 ഏക്കറോളം സ്ഥലത്ത് ഈ കൃഷി ആരംഭിക്കുകയാണ്. ജില്ലയുടെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളുടെ വിവിധ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഈ കൃഷി വ്യാപകമാക്കി മാറ്റിക്കൊണ്ട് ഈ ചെറുധാന്യ ശേഖരങ്ങൾ വലിയ തോതിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കുമ്പോൾ അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കൃഷി വകുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ്. സ്വാഭാവികമായും മില്ലറ്റിലേക്ക് ആളുകൾ മാറുന്നൊരു കാലഘട്ടത്തിൽ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ദൗത്യം. അപ്പോൾ നമ്മൾ മില്ലറ്റ് ഫസ്റ്റ് ജില്ലാ പഞ്ചായത്ത് നടത്തിയപ്പോൾ നല്ല പ്രതികരണമാണ് ഉണ്ടായത്. ഒരു കാലത്ത് മുഖ്യ ആഹാരമായിരുന്ന പോഷക ഗുണമുള്ള ചെറുധാന്യങ്ങൾ തിരികെ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ടാനി തോമസ് പറഞ്ഞു. ചെറുധാന്യങ്ങളുടെ പ്രസക്തി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നാമതായിട്ട് അതിന് കാലാവസ്ഥാ വ്യതിയാനങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീനും ധാരാളം മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് മില്ലറ്റ്. ഒരു കാലത്ത് നമ്മുടെ തീന്മേശകളിൽ സുലഭമായിരുന്ന ഇത് കുറച്ചു കാലം മുമ്പ് അപ്രത്യക്ഷമായി. അപ്പോൾ അവയെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൃഷി വകുപ്പ് ജില്ലാ പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് ഇങ്ങനെയൊരു പദ്ധതി ഏറ്റെടുക്കുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെറുധാന്യ കൃഷിക്ക് വൻ പ്രചാരണം നൽകാനാണ് പെരിയാർ വനിതാ കർഷക കൂട്ടായ്മ തയ്യാറെടുക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് പറയുന്നു. പെരിയാർ വനിതാ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ കൃഷി ഇവിടെ ആരംഭിക്കുന്നത്. 3 വർഷം മുൻപെയാണ് ഈ ഒരു വനിതാ കർഷക സംഘം ഈ ഒരു മേഖലയിൽ കൃഷി ആരംഭിച്ചത്. അന്നു മുതൽ വളരെ വിജയകരമായിട്ട് പച്ചക്കറി ഉൾപ്പെടെ ഓരോ സമയത്തും തന്നാണ്ട് വിളകൾ ഉൾപ്പെടെ വളരെ വിജയകരമായി കൃഷി ചെയ്യുന്ന ഒരു വനിതാ സംഘമായതുകൊണ്ട് തന്നെ ഈ കൃഷി നമ്മളുടെ ഇപ്പോൾ പറയുന്ന ഈ ചെറുധാന്യത്തിൻ്റെ കൃഷി അത് വളരെ വിജയകരമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം പണ്ട് കാലത്ത് വളരെ സുലഭമായിട്ട് ആയിരുന്ന കൃഷിയാണ്. ഇവരുടെയൊക്കെ വീടുകളിൽ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് ഇവരൊക്കെ ഇത് കണ്ട് പരിചയിച്ചിട്ടുള്ള കൃഷിയാണ്. ന്യൂസ് 18 കോതമംഗലം.
നെല്ല് കൊയ്തെടുക്കാൻ തൊഴിലാളികളെ കിട്ടിയില്ല. സഹപ്രവർത്തകർക്ക് വേണ്ടി വയലിലേക്കിറങ്ങി ഹരിതകർമ്മസേന അംഗങ്ങൾ. കാസർഗോഡ് തൃക്കരിപ്പൂർ കോയോങ്കരയിലാണ് ഹരിതകർമ്മസേനയുടെ ശ്രദ്ധേയ പ്രവർത്തനം. തൃക്കരിപ്പൂർ കോയോങ്കരയിലെ എം ദിവ്യയ്ക്ക് വേണ്ടിയാണ് ഇവർ ഒന്നായി വയലിലേക്കിറങ്ങിയത്. വിളവെടുക്കാൻ പാകമായ നെൽക്കതിരുകൾ കൊയ്തെടുക്കാൻ തൊഴിലാളികളെ കിട്ടാതായതോടെ ഇവ നശിച്ചു തുടങ്ങിയിരുന്നു. ജോലിക്കിടെ ഹരിതകർമ്മസേനാംഗമായ ദിവ്യ സഹപ്രവർത്തകരോട് സങ്കടം പങ്കുവച്ചു. ദിവ്യയുടെ സങ്കടം സ്വന്തം സങ്കടമായി കണ്ട് എല്ലാവരും വയലിലേക്കിറങ്ങുകയായിരുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 42 ഹരിതകർമ്മസേനാംഗങ്ങളും ഒരേ മനസ്സോടെ കൊയ്യാനിറങ്ങിയപ്പോൾ 2 ദിവസം കൊണ്ട് വിളവെടുപ്പ് പൂർത്തിയായി. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ അമ്മയുണ്ടെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവട്ടില്ല, വീട്ടിലേക്ക് തന്നെ ചെന്നിട്ട് വിളിച്ചിട്ട് വരുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇവര് ഒരു തമാശ രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. ഇവരെന്നോട് പറഞ്ഞു നമ്മ എല്ലാവർക്കും സമ്മതമാണ്, നമ്മ വരണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മൂരാനാവോന്നില്ല, ആ ഒരു രീതിയിൽ പറഞ്ഞു. നമ്മ തയ്യാറാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവരെല്ലാവരും പറഞ്ഞ് സാറോടെല്ലാം തീരുമാനിച്ച് അങ്ങനെ വന്നതാണ്. 42 ഹരിതകർമ്മസേന അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് നമുക്കത് മൂർന്നു കൊടുക്കാന്നുള്ള തീരുമാനത്തിലെത്തി. ഈ വയലിൽ നമ്മൾ മൂരാൻ വന്നതെന്ന് വെച്ചാൽ വെറും ഒരു സേവനം എന്നുള്ളത്, നമ്മളെ കൂടെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സേവനം, അതായത് 42 പേരും കൂടി ചെയ്യുന്ന ഒരു സേവനം, അത്രമാത്രമേ നമ്മൾ ഇതിനെ കണക്കാക്കിയിട്ടുള്ളൂ. മുടങ്ങാതെ നെൽകൃഷി ചെയ്തു വന്നിരുന്ന പരമ്പരാഗത കർഷക കുടുംബാംഗമായ ദിവ്യയ്ക്ക് ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവമുണ്ടായത്. നെൽകൃഷി തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സമയത്താണ് പ്രതീക്ഷ പകർന്ന് സഹപ്രവർത്തകരുടെ ഇടപെടലുണ്ടായത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK ബാബയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും വയലിലേക്കിറങ്ങി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പട്ടാമ്പി താലൂക്ക് റവന്യൂ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി മണ്ണ് ഖനനം ചെയ്ത് കടത്തുന്നത് കണ്ടെത്തി. ഒരു JCBയും 2 ടിപ്പർ ലോറികളും കസ്റ്റഡിയിലെടുത്തു. മറ്റൊരു സ്ഥലത്തു നിന്നും കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ച പാസ് ഉപയോഗിച്ചായിരുന്നു കുന്നിടിക്കൽ. ഡെപ്യൂട്ടി തഹസിൽദാർ ഹഫ്സത്ത്, അനി എന്നിവരടങ്ങിയ റവന്യൂ സംഘമാണ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. തൊടുപുഴയ്ക്ക് പിന്നാലെ ഇടുക്കിയിലെ തോട്ടം മേഖലയിലും വൈദ്യുതി വകുപ്പിന്റെ ഇരുട്ടടി. പാമ്പനാർ LMS പുതുവലിലെ കോളനിയിലെ കുടുംബങ്ങൾക്കാണ് KSEBയുടെ അമിത ബിൽ വന്നത്. ഭീമമായ ഈ തുക അടയ്ക്കാൻ നിവർത്തിയില്ലാതെ കൂലിവേലക്കാരായ തോട്ടം തൊഴിലാളികൾ കുഴങ്ങുമ്പോൾ KSEBയും ഇവരെ കൈയൊഴിയുകയാണ്. പുതുവൽ കോളനിയിലെ 6 പേർക്കാണ് ജനുവരിയിൽ 29,000 രൂപ വരെ വൈദ്യുതി ബില്ല് കിട്ടിയത്. തുകയടയ്ക്കാൻ കഴിയാതെ വന്നതോടെ 6 പേരുടെയും വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. 2022 ജനുവരി മുതലാണ് KSEBയുടെ ഇരട്ടടി പാമ്പനാർ LMS കോളനിയിലെ കുടുംബങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയത്. കൂലിപ്പണിക്കാരായ 27 കുടുംബങ്ങൾക്ക് 19,000 രൂപ മുതൽ 86,000 രൂപ വരെയാണ് അന്ന് വൈദ്യുതി ബില്ലുകൾ വന്നത്. അന്ന് ജനങ്ങൾ പ്രതിഷേധിച്ചതിന് പിന്നാലെ കളക്ടർ ഇടപെട്ട് പകുതി തുക അടച്ചാൽ മതിയെന്ന് തീരുമാനമെടുത്തു. എന്നാൽ KSEBയുടെ ഭീമമായ ബില്ല് വീണ്ടും വന്നതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തോട്ടം തൊഴിലാളികളായ ഈ നിർധന കുടുംബങ്ങൾ. ഇത് പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം വാർഡായ 86 SC കോളനി എന്ന സ്ഥലമാണ്. ഇന്നലെ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ KSEBയുടെ ഒരു അധിക ബില്ല് വരികയും ഒരു 6ഓളം കുടുംബങ്ങളുടെ ഫീസ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇന്ന് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരെ ഈ പ്രദേശത്തുള്ള ആളുകൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരും. ഇതൊരു പട്ടികജാതി കോളനിയാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന് അടിയന്തരമായി, കാരണം ഇത് ഞങ്ങളുടെ ആരുടെയും കയ്യിലുള്ള ഒരു തെറ്റല്ല, ഇത് വർഷങ്ങളായിട്ട് ഈ ഭാഗത്ത് റീഡർ വരാതെയും അതിനെതിരെ ഒരു നടപടിയും ഉദ്യോഗതലത്തിൽ നടത്തിയിട്ടില്ല. അതിനുശേഷം ഈ മുൻകാലങ്ങളിൽ റീഡിംഗ് എടുത്തിട്ടുള്ള ആൾ മരണപ്പെട്ടതിന് ശേഷമാണ് പുതിയ റീഡർ വരുന്നത്. പുതിയ റീഡർ വന്നതിന് ശേഷമാണ് ഇത്രയും ഭീമമായ ഒരു തുക യൂണിറ്റ് ഞങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്. ആദ്യം ഭീമമായ ബില്ല് വന്നതിന് പിന്നാലെ നടത്തിയ അദാലത്തിൽ പകുതിയാക്കി കുറച്ച തുകയുടെ ബാക്കിയും 18% പലിശയും ഡിപ്പോസിറ്റ് തുകയും അടക്കമാണ് പുതിയ ബിൽ വന്നിരിക്കുന്നതെന്നാണ് KSEBയുടെ വിശദീകരണം. മുൻ മീറ്റർ റീഡറുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് കൂടിയ തുക ബിൽ വരാൻ കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അമിത ബില്ലിനെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചവർക്ക് ബിൽ നൽകിയിട്ടുമില്ല. ന്യൂസ് 18 ഇടുക്കി. രോഗം മൂലം വായ്പാ തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തിയായതോടെ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ നിസ്സഹായരായി ഒരു കുടുംബം. കാസർഗോഡ് പെരുത്തടി പട്ടികവർഗ കോളനിയിലെ PM രാജനും മക്കൾക്കുമാണ് കിടപ്പാടം നഷ്ടമായത്. സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 2013 രാജൻ 10 സെന്റ് ഭൂമി പണയപ്പെടുത്തി 8 ലക്ഷം രൂപ വായ്പയെടുത്തത്. 3 വർഷത്തോളം ഗഡുക്കൾ കൃത്യമായി അടച്ചു. എന്നാൽ ഇതിനിടെ ഭാര്യ ലളിതയ്ക്ക് അർബുദം ബാധിച്ചു. ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ തുക ചിലവായി. ഇതോടെ രാജന് ജോലിക്ക് പോകാൻ ആകാതെയായി. വരുമാനം നിലച്ചതോടെയാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയത്. നിലവിൽ 13,66,520 രൂപയാണ് കുടിശ്ശികയുള്ളത്.
ഇതിനിടെ വീട് ജപ്തി ഭീഷണിയിലായി. ലീഗൽ സർവീസ് അതോറിറ്റി അധികൃതരുടെ ഇടപെടലിൽ തിരിച്ചടവിന് 1 വർഷം സാവകാശം കിട്ടിയെങ്കിലും ഹൃദ്രോഗിയായ രാജന് പണമടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ 1 വർഷം മുൻപ് ഭാര്യ മരിച്ചു. കഴിഞ്ഞ 24-ന് ബാങ്ക് അധികൃതർ വീട് മുദ്രവെച്ചു. ഇതോടെ രാജനും 12ഉം 10ഉം വയസ്സുള്ള 2 മക്കളും പെരുവഴിയിലായി. രോഗിയായ തനിക്ക് അധ്വാനമേറിയ തൊഴിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നും ബാങ്കിലെ കടം തീർക്കാൻ സർക്കാർ സഹായം തേടുകയാണ് രാജൻ. എൻ്റെ കുട്ടികളിപ്പം സ്കൂൾ എക്സാമാണ്. അത് കഴിഞ്ഞ് വരുമ്പം എവിടെ ഞാൻ താമസിപ്പിക്കുന്നുള്ള സ്ഥിതിയിലാണ്. ഇപ്പം വിഷമത്തിലാണ്. ഭാര്യയുടെ വേർപാട് തന്നെ എനിക്കൊരു ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഒരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ഇവിടെയും ഒരു അതിലില്ലാത്ത അവസ്ഥയായി. മാനുഷിക പരിഗണന നൽകി രാജന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാനുള്ള നടപടികളിൽ നിന്ന് ബാങ്ക് അധികൃതർ പിന്മാറണമെന്ന് മറാഠി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പട്ടികവർഗ വകുപ്പിന്റെ നേതൃത്വത്തിൽ സഹായം ലഭ്യമാക്കണമെന്നും മറാഠി സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കലാപ്രകടനങ്ങളുമായി സംസ്കൃതം കലോത്സവം സംഘടിപ്പിച്ചു. സംസ്കൃതം അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു കലോത്സവം നടന്നത്. പട്ടാമ്പി മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ മത്സരങ്ങളും നടന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കോതമംഗലം ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുൻപിൽ സമരം. ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ സഹായം, ബോണസ്, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവരുടെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INTUC റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചുമട്ടുതൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് ശശി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. 2023-24 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം. ആദ്യഘട്ടത്തിൽ 300 പേർക്കാണ് മുട്ടക്കോഴികളെ നൽകിയത്. തെക്കുമുറി മൃഗാശുപത്രിയിലായിരുന്നു ചടങ്ങ്. വാർഡ് സഭകൾ വഴി അപേക്ഷിച്ചവർക്കാണ് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി 2ാം ഘട്ട മുട്ടക്കോഴി കുഞ്ഞു വിതരണം നടക്കും. മൂന്നാറിൽ വൻ തുക മുടക്കി നിർമ്മിച്ച കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിലച്ചു. മൂന്നാർ ടൗണിന് സമീപം കന്നിമലയാറ്റിലാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ചെറുകിട ജലസേചന വകുപ്പുകൾ ബണ്ടുകൾ സ്ഥാപിച്ചത്. ജലസേചന വകുപ്പ് 2019-ലാണ് മൂന്നാർ ടൗണിന് സമീപവും 1 കിലോമീറ്റർ മുകളിൽ മുതുവൻപാറ ഭാഗത്തും കന്നിമലയാറിന് കുറുകെ 2 തടയണകൾക്ക് തുടക്കമിട്ടത്. നിർമ്മാണം 2022 മാർച്ചിൽ പൂർത്തിയായി. ശുദ്ധജലക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൗൺ കോളനി പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാനായി ലക്ഷ്യമിട്ട പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ 6 കോടി ചെലവിട്ട് നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. കന്നിമലയാറ്റിലെ വെള്ളം തടഞ്ഞു നിർത്തി ടാങ്കിൽ സംഭരിച്ച് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പദ്ധതി. ഇത് പഞ്ചായത്തിന് കൈമാറുമെന്നും ടാങ്കും പൈപ്പുകളും സ്ഥാപിച്ച് പഞ്ചായത്ത് ജലവിതരണം നടത്തണമെന്നുമായിരുന്നു ധാരണ. എന്നാൽ പദ്ധതി പ്രായോഗികമല്ലെന്നും വൻ പണച്ചെലവ് വരുമെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പിന്മാറി. ഇതോടെയാണ് 1.5 വർഷമായി ഈ തടയണകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. പദ്ധതി പ്രായോഗികമാണോ എന്ന് മതിയായ പഠനം നടത്താതെ തടയണകൾ സ്ഥാപിച്ചത് തിരിച്ചടിയായെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 മൂന്നാർ. പ്രാദേശിക ഉത്സവ പരിപാടിക്കിടയിൽ ഗാനമേളയിൽ പാട്ടുപാടി വൈറലായ കൊയിലാണ്ടി കുറുവങ്ങാട് വരകുന്ന് സ്വദേശി അനിൽകുമാർ ഇപ്പോൾ നാട്ടിലെ താരമാണ്. പ്രശസ്തരായ ഗായകർ പാടിയ പാട്ടുകൾ റേഡിയോയിലൂടെയാണ് ഇദ്ദേഹം കേട്ട് പാടുന്നത്. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ആയിരം കാതമകലയാണെങ്കിലും തെങ്ങുകയറ്റ ജോലിക്കിടെ പറ്റിയ അപകടത്തിലും തളരാതെ ജന്മസിദ്ധമായ കഴിവിനെ ചേർത്ത് പിടിക്കുകയാണ് അനിൽകുമാർ. കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ കലാകാരൻ. കൊയിലാണ്ടി കോതമംഗലം ഉത്സവത്തിന്റെ ഭാഗമായി ഗാനമേളക്കിടെ പാടിയ പാട്ടാണ് വൈറലായത്. കോതമംഗലം അമ്പലത്തിൽ എനിക്കൊരു ചാൻസ് കിട്ടി. അങ്ങനെ ഒരു വിളിച്ച് എന്നോട് പറഞ്ഞ് പാടണം, അങ്ങനെ വന്ന് പാടി. 2 ദിവസമായിട്ട് ഞാൻ പാടി. ഒന്ന് യേശുവിനൊപ്പം കൊല്ല യേശു അപ്പോൾ ഒരു പാട്ട്,
ഒന്ന് അതിൻ്റെ തലേന്ന് ഒരു പാട്ട്, അങ്ങനെ 2 ദിവസമായിട്ട് പാടി. അതിലൊന്ന് ഏതോ ക്ലിക്കായി പോയി തന്നെ, നിങ്ങൾ പിടിച്ചതെന്നാണ് തോന്നുന്നു, ആരോ പിടിച്ച ഇതേമാതിരി സ്റ്റാൻഡ് വെച്ച് പിടിച്ചാണ് വീഡിയോ ആയി പോയത് അന്ന്. അങ്ങനെ അതാണ് പോയത്. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാൻ ഉരുകുന്നു കർപ്പൂരമായി, പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. സിനിമാ ഗാനത്തിന് പുറമെ ഭക്തിഗാനം ഉൾപ്പെടെ തന്റേതായ ശൈലിയിൽ കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ പ്രശംസ നേടിയ കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. ശാരീരിക പരിമിതികൾക്കിടയിലും തളരാതെ പാട്ടുമായി മുന്നോട്ടു പോവുകയാണ് ഇദ്ദേഹം. റിയാലിറ്റി ഷോ ഉൾപ്പെടെ നിരവധി അവസരങ്ങൾ വന്നെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ അവയെ തടസ്സപ്പെടുത്തി. ചെറുപ്രായത്തിലെ പാടിത്തുടങ്ങിയ അനിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല. തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. ന്യൂസ് 18 കൊയിലാണ്ടി. പത്തനംതിട്ട നഗരസഭ നിർമ്മിച്ച വൃദ്ധസദനവും ബഡ് സ്കൂളും കാട് കയറി നശിക്കുന്നു. കെട്ടിടം നിർമ്മിച്ച് 2 വർഷമായിട്ടും തുറന്നിരുന്നില്ല. സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിൽ 1 കോടി രൂപ ചെലവിട്ടാണ് നഗരസഭ പദ്ധതി പൂർത്തീകരിച്ചത്. സ്വന്തം കെട്ടിടമുണ്ടായിട്ടും വാടകയ്ക്കാണ് ബഡ് സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 8 വർഷം മുൻപാണ് പത്തനംതിട്ട നഗരസഭ വൃദ്ധസദനവും ബെഡ് സ്കൂളും നിർമ്മിച്ചത്. സ്വകാര്യ വ്യക്തി ഇഷ്ടദാനമായി നൽകിയ ഭൂമിയിൽ 1 കോടി രൂപ മുടക്കിയായിരുന്നു നിർമ്മാണം. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം വൃദ്ധസദനവും ബെഡ് സ്കൂളും ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല. കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയ സ്ഥലവും പരിസരവും ഇന്ന് കാട് കയറി നശിച്ച സ്ഥിതിയിലാണ്. പത്തനംതിട്ടയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന വൃദ്ധസദനം, അത് ഉറ്റവരും ഉടയവരും ഇല്ലാത്തവരെ അധിവസിപ്പിക്കുവാൻ വേണ്ടി നഗരസഭ വിഭാവനം ചെയ്ത വൃദ്ധസദനം, അതേപോലെ തന്നെ നഗരസഭാ പ്രദേശത്തുള്ള 40ഓളം വരുന്ന ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പകൽ ചിലവഴിക്കുവാനും അവരുടെ സന്തോഷത്തിനും വേണ്ടി നഗരസഭ വിഭാവനം ചെയ്ത ബഡ് സ്കൂള്, ഇതിന് രണ്ടിനും വസ്തു ലഭ്യമാക്കിയത് പത്തനംതിട്ട വഞ്ചികപ്പയ്യ സ്വദേശിയായ ഏറെ പ്രിയങ്കരനായിരുന്ന മരണപ്പെട്ടു പോയ ശ്രീ ടി ജി ചാക്കോ സാറാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സംഭാവനയാണ് ഏകദേശം 45 സെൻറ്റോളം വസ്തു പത്തനംതിട്ട നഗരസഭയ്ക്ക് സൗജന്യമായിട്ട് നൽകിയത്. ഈ വസ്തുവിലാണ് നമ്മൾ വൃദ്ധസദനവും ബഡ് സ്കൂളും ആരംഭിച്ചത്. ബഡ് സ്കൂൾ ആരംഭിച്ച് 1 വർഷത്തിനകം ചൂട് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റി വലിയ വിലയ്ക്ക് പത്തനംതിട്ട നഗരസഭയിൽ വലിയ വാടക കൊടുക്കുന്ന രീതിയിലേക്ക് ബഡ് സ്കൂൾ മാറ്റിയിരിക്കുന്നു. ചൂട് കൂടുതലാണെങ്കിൽ ആ ചൂട് മാറ്റാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നഗരസഭാ കൗൺസിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇത് കെട്ടിടത്തിൻ്റെ മുകളിൽ റൂഫിംഗ് ചെയ്യുക, അതോടൊപ്പം AC ഫിറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചൂട് മാറ്റി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ 2 പദ്ധതികളും നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. ഈ യാഥാർത്ഥ്യം ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പത്തനംതിട്ട നഗരസഭ ഭരണസമിതി ഇന്ന് ബഡ് സ്കൂൾ അനാഥമാക്കിയിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ വൃദ്ധസദനം അനാഥമാക്കിയിട്ടിരിക്കുന്നു. നഗരസഭയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് ഒരാൾ സൗജന്യമായിട്ട് നൽകിയത്. അവരുടെ കുടുംബക്കാരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. ഇത്തരത്തിലുള്ളൊരു നഗരസഭയിലേക്ക് ഞങ്ങൾ വസ്തു എഴുതി പ്രിയപ്പെട്ട ഞങ്ങളുടെ അച്ഛൻ തന്നത് ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനാണ്, കാട് കയറ്റി ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല എന്നുള്ള രീതിയിലേക്ക് അവരോടും പ്രതിഷേധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. UDF ഭരണസമിതിയുടെ കാലത്താണ് വൃദ്ധസദനവും ബെഡ് സ്കൂളിനായുള്ള കെട്ടിടവും നിർമ്മിച്ചത്. എന്നാൽ ബെഡ് സ്കൂളിന് അനുയോജ്യമായ സ്ഥലത്തല്ല കെട്ടിടം നിർമ്മിച്ചതെന്നാണ് നഗരസഭയുടെ വിശദീകരണം. കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളും സ്ഥലവും നഗരസഭയുടെ അനാസ്ഥയിൽ ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിലായതോടെ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. എറണാകുളം മൂവാറ്റുപുഴയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആശ്രമം ബസ് സ്റ്റാൻഡ് ശുചിമുറി ഉപയോഗശൂന്യം. നിർമ്മാണശേഷം മാസങ്ങൾ മാത്രമാണ് ശുചിമുറി ഉപയോഗിക്കാനായത്. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ആശ്രമം ബസ് സ്റ്റാൻഡ് ശുചിമുറി അടച്ചിട്ട് കാലങ്ങളായി. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താതെ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസേന വന്നുപോകുന്ന ആശ്രമം ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും ഒരു സംഭവമില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ പറഞ്ഞ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒരു സംഭവമില്ല. പിന്നെ അത് പോകാണ്ട് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ മദ്യപിച്ചിട്ട് ഇവിടെ കിടന്ന് ചുമ്മാ, അതായത് വസ്ത്രം ഇല്ലാണ്ടാണ് ഇവിടെ കിടക്കുന്നത്. അത്രയ്ക്ക് ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ മൂവാറ്റുപുഴ സ്റ്റാൻഡിൻ്റെ ഒരു, എന്നാ പറയണേ, പറയാൻ നമുക്ക് വാക്കുകളില്ല. അതുപോലെ കഷ്ടപ്പാടാണ് ഇവിടെയുള്ള യാത്രക്കാർ. തന്നെ ഇതേ ബസ് സ്റ്റാൻഡിൽ തന്നെ പണം കൊടുത്ത് ഉപയോഗിക്കാവുന്ന ശുചിമുറിയും പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. 100 കണക്കിന് സ്വകാര്യ ബസ്സുകളാണ് മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിൽ വന്നുപോകുന്നത്. ജീവനക്കാരും യാത്രക്കാരും മതിയായ സംവിധാനമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയാണ് ആവശ്യം. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. അതായത് ഇത് തുറക്കാറില്ല, വൃത്തിഹീനമായി കിടക്കുന്ന ഒരു പരിസരം, മലിന സംബന്ധമായിട്ടാണിത് ഇപ്പോൾ
കിടക്കുന്നത്. യാത്രക്കാർക്കും ബസ്സിലെ ജീവനക്കാർക്കും അല്ലെങ്കിൽ മറ്റ് ആർക്കും അനേകം വിദ്യാർത്ഥികൾ വന്ന് യാത്ര ചെയ്യുന്ന ഒരു മെയിൻ ബസ് സ്റ്റാൻഡാണ് ആശ്രമം ബസ് സ്റ്റാൻഡ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ജീവനക്കാർക്ക് അത്യാവശ്യമായ ശുചിമുറി ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്രദമാക്കേണ്ട ഒരു ബസ് സ്റ്റാൻഡും കൂടിയാണിത്. പക്ഷേ വളരെ അടുത്തുള്ള പ്രദേശങ്ങളെ വെച്ച് ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ് ഇന്ന് മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിലുള്ള ശുചിമുറിയുടെ അവസ്ഥ. ന്യൂസ് 18 മൂവാറ്റുപുഴ. കഴിഞ്ഞ 20 വർഷമായി വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്ന ഒരു ക്ലബ്ബുണ്ട് തൃശ്ശൂരിൽ. മാവും പ്ലാവും മുതൽ നാരങ്ങാമരവും രക്തചന്ദനവും ഒക്കെയാണ് ഇവർ പരിപാലിച്ചു പോരുന്നത്. 20 വർഷം മുമ്പാണ് തൃശൂർ പേരാമംഗലത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വൃക്ഷത്തൈകൾ പരിപാലിച്ചു തുടങ്ങിയത്. ഒഴിഞ്ഞ പറമ്പുകളിലും റോഡരികിലും വൃക്ഷത്തൈ നട്ടായിരുന്നു പരിപാലനം. ഇന്നിപ്പോൾ മാവും പ്ലാവും കായ്ച്ചു, നെല്ലി പൂത്തു, ആത്തച്ചക്കയും ഓറഞ്ചും ഞാവലും ഫലം തന്നു തുടങ്ങി. ക്ഷേത്രങ്ങൾക്കാവശ്യമായ ചന്ദനം, രക്തചന്ദനം, രുദ്രാക്ഷം, നാഗലിംഗ മരത്തൈകളും യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ പരിപാലിച്ചു പോരുന്നു. നിർധന കുടുംബാംഗങ്ങളുടെ പഠനത്തിനും വിവാഹത്തിനും ചികിത്സയ്ക്കും ആവശ്യമായ സഹായവുമായി സാമൂഹിക ഇടപെടലും നടത്തുന്നുണ്ട്. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മരങ്ങൾക്ക് സമീപം വഴിയരികിൽ കട്ട വിരിച്ച് ബെഞ്ച് സ്ഥാപിച്ച് സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ നാട്ടുകാർക്ക് സൗകര്യം ഒരുക്കുന്നതാണ് ക്ലബിന്റെ ലക്ഷ്യം. ന്യൂസ് 18 തൃശൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി മൈക്രോവേവ് വെക്കാനുള്ള